ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു പിന്നിലാണ് 273 വോട്ടുകൾക്ക്. പി രാജീവ് 256 വോട്ടുകൾക്ക് പിന്നിലാണ്. രമേശ് ചെന്നിത്തല 536 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ പലയിടത്തു നിന്നും കാണുന്നു. അപ്പോൾ 11 സീറ്റായി കേട്ടോ. 11 സീറ്റായി. മാത്രമല്ല പോസ്റ്റൽ ബാലറ്റ് ആൻഡ് ഡിസേബിൾഡ്, ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മൂഡ് എന്താണെന്ന് പ്രകടമാണ് എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഡിസേബിൾഡ് ആൻഡ് പോസ്റ്റൽ ബാലറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ LDF UDF ഒരു ലീഡ് എടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രായമായ ആളുകളുടെ ഒരു പ്രോ UDF ലൈൻ എടുത്തോ, പെൻഷൻ വാങ്ങുന്ന ആളുകൾ എടുത്തോ എന്ന് സംശയം ഉണ്ടാക്കുന്ന, എന്ന് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇതൊരു ട്രെൻഡിന്റെ സൂചനയായിട്ട് പറയാൻ കഴിയുമെന്ന് അറിയില്ല, പക്ഷേ ആ സൂചനയായിട്ടും മാറാം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന കാര്യമാണ്. പ്രായമായ ആൾക്കാരുടെ എറണാകുളം UDF പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ്. എന്താണ് നിലവിലെ സ്ഥിതി? ഇപ്പോൾ കളമശ്ശേരിയിലെയാണ് ആദ്യ EVMന്റെ ഒരു ഫലസൂചന പുറത്തു വരുന്നത്. അവിടെ 256 വോട്ടിന് അബ്ദുൾ ഗഫൂർ UDFന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. പി രാജീവ് പിന്നിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആദ്യ റൗണ്ടിൽ അത് കരുമാലൂർ പഞ്ചായത്ത് ഭാഗമാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ 256 വോട്ട് ലീഡ് എന്നുള്ളത് നമുക്ക് വിവരം പുറത്തു വരുന്നത്. ഇനി രണ്ടാം ഭാഗം കുന്നുകരയാണ്. അത് UDFന്റെ തന്നെ പഞ്ചായത്താണ്. ഈ കുന്നുകര പഞ്ചായത്തും ഈ കരുമാലൂർ പഞ്ചായത്തൊക്കെ UDFന്റെ സ്വാധീനമുള്ള മേഖല തന്നെയാണ്. ഇരിങ്ങാലക്കുടയിൽ ലീഡ് തിരികെപ്പിക്കുമ്പോൾ